നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. 2026 തമിഴ്നാട്ടിൽ BJP AIMDMK സഖ്യ സർക്കാർ രൂപീകരിക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ജനങ്ങൾ സ്റ്റാലിനെ പരാജയപ്പെടുത്തുമെന്നും മധുരയിലെ റാലിയെ അഭിസംബോധന ചെയ്ത അമിത്ഷാ. പരിസ്ഥിതിക്ക് അനുകൂല കാർഷികോൽപാദനത്തിന് പുതിയ ഗവേഷണങ്ങൾ ഉണ്ടാകണമെന്ന സുനിൽ ആംബേദ്കർ. പരിസ്ഥിതിക്കനുസരിച്ച് ജീവിത രീതി വ്യാഖ്യാനിക്കണം, ഭാവി സമൂഹത്തെ ശാസ്ത്രബോധത്തോടെ നയിക്കണമെന്നും രാഷ്ട്രീയ സ്വയംസേവക സംഘം അഖില ഭാരതീയ പ്രചാർ പ്രമുഖ്. കോവിഡ് ഭീതി ഒഴിയുന്നില്ല. രാജ്യത്തും സംസ്ഥാനത്തും കേസുകൾ ഉയരുന്നു. കൂടുതൽ കേസുകൾ കേരളത്തിൽ. കുടിയേറ്റ കലാപം അമർച്ച ചെയ്യാൻ ലോസ് ഏഞ്ചൽസിൽ നാഷണൽ ഗാർഡ്സിനെ നിയോഗിച്ച് ട്രംപ്. 118 പേർ അറസ്റ്റിൽ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ വ്യാപക തെരച്ചിൽ. യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. പോർച്ചുഗലും സ്പെയിനും നേർക്കുനേർ. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ യാനിക് സിന്നർ കാർലോസ് അൽക്കാരസ് പോരാട്ടം ഇന്ന്. വിശദമായ വാർത്തകളിലേക്ക്. 2026 തമിഴ്നാട്ടിൽ BJP AIADMK സഖ്യ സർക്കാർ രൂപീകരിക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. DMKയെ പരാജയപ്പെടുത്താൻ അമിത്ഷായ്ക്ക് കഴിയില്ലെന്ന് MK സ്റ്റാലിൻ നിരവധി തവണ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമിത്ഷാ അല്ല, പകരം ജനങ്ങളായിരിക്കും സ്റ്റാലിനെ പരാജയപ്പെടുത്തുക എന്നും അദ്ദേഹം മധുരയിൽ പറഞ്ഞു. തമിഴ്നാട് BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുത്തിരുന്നു. फिर से एक बार NDA की सरकार बनने जा रही है. भारतीय जनता पार्टी AIDMK की सरकार बनने जा रही है. मैं रहता तो दिल्ली में हूं, मगर मेरे कान तमिलनाडु पर लगे हुए रहते हैं. ये मुख्यमंत्री जी कहते हैं कि अमित शाह DMK को नहीं हरा सकते. स्टालिन साहब, आप सही कहते हो. मैं DMK को नहीं हरा सकता, मगर तमिलनाडु की जनता DMK को हरा सकती है. പരിസ്ഥിതി അനുകൂല കാർഷികോൽപാദനം നടത്തുന്നതിന് പുതിയ ഗവേഷണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ ആംബേദ്കർ. പരിസ്ഥിതി സൗഹൃദ ജീവിത രീതി എന്തെന്ന് കൃത്യമായി വ്യാഖ്യാനിക്കണം. രാജ്യത്തിൻ്റെ വികസനത്തിന് തനത് ശാസ്ത്രം വളരണം. അത്തരത്തിലുള്ള പ്രചോദനമാണ് യുവാക്കൾക്ക് നൽകേണ്ടത്. ഭാവി സമൂഹത്തെ ശാസ്ത്രബോധത്തോടെ നയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ നിർമ്മാണ രംഗത്തും ഭാരതത്തിൻ്റെ ശേഷി വർദ്ധിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് വിജ്ഞാൻ ഭാരതി ദേശീയ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ സമാരോപിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. जब ये मॉडल्स डेवलप होंगे तो धीरे धीरे हम वो डायरेक्शन बाकी लोगों को भी दे सकते हैं, और वो डायरेक्शन पर जब काम होंगे तब मुझे लगता है कि हम लोग उस तरीके की बातें लेके आ सकते हैं. और इसलिए ये जो इंटीग्रेटेड या एकात्म की बात हो रही है, ये बात बहुत जरूरी है. क्योंकि अभी हम लोग जो बोल रहे हैं कि हमारा जीवन, रोज का जीवन, हमारी संस्कृति, हमारी जीवन शैली और हमारी डिमांड्स, उसके अनुसार नई टेक्नोलॉजी, नया मार्केट, ये सब चीजें एक दूसरे से जुड़ी हुई है. और इसलिए अगर हम लोग वास्तव में हम लोग जो कह रहे हैं कि भाई पर्यावरण के अनुसार अपनी जीवन शैली होनी चाहिए. अब ये बात एक थियोरेटिकली हो गई, मतलब क्या क्या होना चाहिए और क्या नहीं होना चाहिए. मुझे लगता है कि अब हमारा समय है. उन्होंने अपने अपने हिसाब से बताया और दुनिया उसी दृष्टि से डेवलप होने के लिए चलती गई. अब हम लोगों को फ्यूचर सोसाइटी कैसी होनी चाहिए, इस पर लीड लेने की जरूरत है, जिसमें हम वास्तव में एक वैज्ञानिक दृष्टि से जिसमें इम्बैलेंस नहीं होगा. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ മുതിരേരി വാൾവരവ് ആരംഭിക്കുകയാണ്. വയനാട്ടിലെ മുതിരേരി കാവിൽ നിന്നുള്ള മുതിരേരി ഇക്കരെ കൊട്ടിയൂരിൽ എത്തും.
തുടർന്ന് നെയ്യാറ്റത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, ഭക്തി നിർഭരമായ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് മറ്റു ചടങ്ങുകൾ കൂടി ആരംഭിക്കുക? നിലവിൽ എത്രത്തോളം ഭക്തരാണ് പങ്കെടുക്കുന്നത്? വിഷ്ണു, ദക്ഷിണ കാശി എന്ന് അറിയപ്പെടുന്ന കണ്ണൂർ കൊട്ടിയൂരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് വയനാട് മുതിരേരിക്കാവിൽ നിന്ന് ഇക്കരെ കൊട്ടിയൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മുതിരേരി വാൾ വരവാണ്. ഇന്നാണ് ഔദ്യോഗികമായി നെയ്യാട്ടത്തോടെ വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിക്കുക. അതിൻ്റെ ഏറ്റവും സുപ്രധാന ചടങ്ങ് തന്നെയാണ് മുതിരേരി വാൾവരവ് എന്ന് പറയുന്നത്. ഇന്ന് ഈ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് ഈ ഒരു മുതിരേരി വാളുമായി അവിടെയുള്ള ക്ഷേത്രം പൂജാരി നേരെ കാൽനടയായി കൊട്ടിയൂരിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നൊരു ദൃശ്യം തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇക്കരെ കൊട്ടിയൂരിൽ ഈ മുതിരേരി വാൾവരവ് പ്രവേശിക്കും. തുടർന്ന് നെയ്യാട്ടത്തിനുള്ള ചടങ്ങുകൾ ആ സമയത്താണ് തുടക്കം കുറിക്കുക. രാത്രിയോടെ തന്നെ സ്ഥാനികർ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിച്ച് അവിടെ മണ്ഡാലങ്ങളിൽ ചോതിവിളക്ക് തെളിയിക്കും. ആദ്യം പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് അവിടെ പുണ്യാഹം ചടങ്ങ് നടത്തുക. തുടർന്ന് ബ്രാഹ്മണർ മണിത്തറയിൽ പ്രവേശിച്ച് അഷ്ടബന്ധം നീക്കി രാശി വിളിച്ച ശേഷമാണ് നെയ്യാട്ടം എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ചടങ്ങ് നടക്കുക. വില്ലിപ്പാലൻ കുറുപ്പിന്റെയും തമ്മേങ്ങാട് നമ്പ്യാരുടെയും നെയ്യാണ് ഈ ചടങ്ങിന്റെ ഭാഗമായി ആദ്യം അഭിഷേകം ചെയ്യുക. തുടർന്ന് വിവിധ മഠങ്ങളിൽ നിന്നുള്ള ആളുകളുടെ നെയ്യും കൊട്ടിയൂർ പെരുമാളിന് സമർപ്പിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃത സംഘങ്ങൾ കൊട്ടിയൂരേക്ക് തിരിച്ചിരുന്നു. ഇന്നിപ്പോൾ അവരൊക്കെ തന്നെ ഈ മുതിരേരി വാൾവരവിനായി കാത്തിരിക്കുകയാണ്. മുതിരേരി വാൾവരവ് നേരെ ഇക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കുന്നതോടുകൂടി ഈ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അതിവിശിഷ്ടമായ ചടങ്ങുകളുടെ തുടക്കമാകും. ഏതാണ്ട് 30 ലക്ഷത്തോളം ഭക്തർ ഈ ഒരു കാലയളവിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ വേണ്ടി സാധിക്കും. അത്രയേറെ ഭക്തരാണ് ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. മുതിരേരി വാൾവരവ് ദർശിക്കാനും അനുഗ്രഹം തേടാനുമായാണ് ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം നെയ്യാട്ട ചടങ്ങുകളുടെ ഭാഗമായി ഈ നെയ്യമൃതമായി എത്തിയ മുഴുവൻ ഭക്തജനങ്ങളും വിവിധ മഠങ്ങളിലുള്ള ആളുകളും ഒക്കെ തന്നെ അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കും. തുടർന്നായിരിക്കും ഈ നെയ്യാട്ട ചടങ്ങുകൾ ആരംഭിക്കുക. അഷ്ടബന്ധം നീക്കി സ്വയംഭൂവായ വിഗ്രഹത്തിലാണ് ഈ ഒരു നെയ്യാട്ട ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. അതിലും അതിവിശിഷ്ടമായ ചടങ്ങുകൾ ദർശിക്കാനുള്ളൊരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തർ ഒന്നടങ്കം ഇവിടെ ഉള്ളത്. വിഷ്ണു, ഇതിനൊപ്പം എടുത്തു പറയേണ്ടത് ഓരോ കാലങ്ങൾ തോറും നടത്തിവരുന്ന ചടങ്ങ്, പ്രത്യേകിച്ചും പരമ്പരാഗത രീതി ഇപ്പോഴും തുടരുന്നു എന്ന് പറയുന്നത് തന്നെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരത സംസ്കാരത്തെ പോലും അത് വളരെ വലിയൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇത്രത്തോളം പഴക്കം ചെന്ന ആ ചടങ്ങ് ഈ ഒരു കാലത്തിനിപ്പുറവും അതേ പ്രൗഢിയോടെ അതിനേക്കാളേറെ ആ ഒരു ഭക്തി നിർഭരമായി നടത്തുന്നു. അത് കാണാൻ സാധിക്കുന്നു ഈ ഒരു തലമുറയ്ക്കും. അത് തന്നെയല്ലേ ഏറെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും വിഷ്ണു, അത് തന്നെയാണ് ദൃശ്യമാകുന്നത്. കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ അതേ രീതിയിൽ പിന്തുടർന്നുകൊണ്ട് വിവിധ സമുദായങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് തന്നെയുള്ള ഒരു ഭക്തി നിർഭരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കൊട്ടിയൂരിനെ സംബന്ധിച്ച് ഓരോ സമുദായങ്ങൾക്കും കൃത്യമായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത്. ഇപ്പോൾ നെയ്യമൃത സംഘങ്ങൾക്ക് പോലും കൃത്യമായ അവകാശങ്ങൾ ഇവിടെ സമർപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ അവകാശങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവിടെ ഓരോ ചടങ്ങുകൾ നടക്കുന്നത്. എന്നാലും ഇന്ന് വളരെ പ്രധാനമായ നെയ്യാട്ട ചടങ്ങാണ് നടക്കുന്നത്. നാളെ ഭണ്ഡാരം വരവ് ചടങ്ങ് നടക്കും. അങ്ങനെ തുടർച്ചയായി അതിവിശിഷ്ടമായ ചടങ്ങുകൾ കൊണ്ട് സമൃദ്ധമായൊരു വൈശാഖ മഹോത്സവ നാൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു 28 ദിവസം ഇനി ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഭക്തജനങ്ങളുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ് ഈ ഒരു വൈശാഖ മഹോത്സവ നാളിൽ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വിഷ്ണു, സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങളിൽ കാണാം ഭക്തജനങ്ങളുടെ ആ ഒരു തിരക്ക് ഏറുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ആ ഒരു വാൾവരവിൽ പോലും അതിനെ അകമ്പടിയായി നിരവധി ഭക്തജനങ്ങൾ കൂടെ കൂടുന്നുണ്ട്. ഇനിയും ഈ ഒരു തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെയും എങ്ങനെയാണ് അവിടെ ഉള്ളത്? കൃത്യമായ
നിയന്ത്രണങ്ങൾ, ലക്ഷക്കണക്കിന് ഭക്തർ വരുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയന്ത്രണങ്ങൾ വരുന്ന ഓരോരുത്തർക്കും കൃത്യമായ ദർശനം നടത്താനും ഈ പൂജാ ചടങ്ങുകളിൽ തടസ്സമില്ലാതെയും നടക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് കൊട്ടിയൂരിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മുതിരേരി വരവിനോടൊപ്പം തന്നെ അനുഗമിച്ചുകൊണ്ട് ഹരിഗോവിന്ദ മന്ത്രവും ഉരുവിട്ടുകൊണ്ട് ആയിരങ്ങളാണ് ഈ ഒരു മുതിരേരി വാൾ വരവിനെ അനുഗമിച്ചുകൊണ്ട് ഇക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇക്കരെ കൊട്ടിയൂരിൽ മുതിരേരി വാൾ വരവ് പ്രവേശിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ നെയ്യാട്ട സംഘങ്ങളോ നെയ്യമൃതമായി വന്ന സംഘങ്ങളൊക്കെ തന്നെ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകും. തുടർന്നാണ് അതിവിശിഷ്ടമായ മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക, നെയ്യാട്ട ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. ഏതായാലും ഭക്തജനങ്ങളുടെ ഒരു വർഷം നീണ്ടുനിന്ന കാത്തിരിപ്പാണ് ഇന്നിപ്പോൾ സമാപിക്കുന്നത്. ഏതായാലും ഇനിയുള്ള ഒരു മാസക്കാലവും കൊട്ടിയൂര് ഭക്തജനങ്ങളുടെ നിറവിനാൽ സമ്പന്നമായിരിക്കുമെന്ന ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. 5755 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. കേരളത്തിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ രോഗബാധിതരുടെ ആകെ എണ്ണം 1800 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. ഗുജറാത്തിൽ 717, ഡൽഹിയിൽ 665, പശ്ചിമ ബംഗാളിൽ 622, മഹാരാഷ്ട്രയിൽ 577 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ കോൺഗ്രസ് തോൽവി ഉറപ്പിച്ചതായി BJP. പരാജയം ഉറപ്പിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. രാഹുൽ പരാജയത്തിന്റെ നിരീക്ഷകനായി മാറിയെന്നും ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ അധികാരം പിടിക്കാനാകില്ലെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് നേതാക്കൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് BJP വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ കോൺഗ്രസ് പരാജയം ഉറപ്പിച്ചു. മുൻപ് തോൽവിക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ അത് ആരംഭിച്ചെന്നും രാഹുൽ പരാജയത്തിന്റെ നിരീക്ഷകനായി മാറിയെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. राहुल गांधी मौसम वैज्ञानिक अब नए हो गए, हार के मौसम वैज्ञानिक, और वो अपने हार का जायजा उनको मिल चुका है. जनता NDA के साथ है तो मैच फिक्स भी जनता के साथ है. जनता आज NDA के साथ इसलिए है, हर गांव में सड़क है, बिजली है, स्वास्थ्य है. ജനങ്ങൾക്ക് റോഡും വീടും കുടിവെള്ളവും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. BJPയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പം ജനങ്ങൾ നിൽക്കുന്നതിന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഗിരിരാജ് സിംഗ് വ്യക്തമാക്കി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും ബീഹാറിലും BJPക്ക് വേണ്ടി അട്ടിമറി നടക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ നേരത്തെ ലേഖനത്തിൽ പരാമർശിച്ചിരുന്നു. രാഹുലിന്റെ പരാമർശം അടിസ്ഥാനരഹിതമായ അസംബന്ധമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. ജനം, ഡൽഹി. സബാൽ സംഘർഷത്തിൽ പിടികിട്ടാനുള്ള അക്രമികളുടെ ഫോട്ടോയും വിവരങ്ങളും ഉത്തർപ്രദേശിലെ എല്ലാ ജില്ലകളിലും പതിപ്പിക്കുമെന്ന പോലീസ്. കേസിൽ 74 പ്രതികളുടെ ഫോട്ടോ ഉൾപ്പെടുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. ഒളിവിൽ പോയ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും അധികൃതർ അറിയിച്ചു. 2024 നവംബറിലാണ് സംഭാലയിൽ ഷാഹി ജുമാ മസ്ജിദിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഇസ്ലാമിസ്റ്റുകൾ ചേർന്ന് തടഞ്ഞുവെച്ചതും സംഘർഷമുണ്ടായത്. എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിലെ NIA റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാജ്യത്ത് മതഭീകരതയ്ക്ക് കളമൊരുക്കി പാക് മത തീവ്ര പ്രഭാഷകരും പ്രതി ഷാരൂഖ് സൈഫി പിന്തുടർന്നതിൽ പാക് ഇസ്ലാമിക് പ്രഭാഷകരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഷാരൂഖ് സൈഫിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ തെളിവെന്ന് NIA അറിയിച്ചു. ഷാരൂഖ് സൈഫി പിന്തുടർന്നത് ഡോക്ടർ ഇസ്രാർ അഹമ്മദ്, താരിഖ് ജാമിൽ, മുഫ്തി താരിഖ് മസൂദ്, തൈമൂർ അഹമ്മദ് എന്നിവരെയാണ്. ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിൽ മതഭീകര പ്രഭാഷണങ്ങളും പോൺ സൈറ്റുകളുമുണ്ട്. ഷാരൂഖ് സൈഫിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് മതഭീകര ആശയ പ്രചാരകരായ പ്രഭാഷകരെ പിന്തുടർന്നത് വ്യക്തമായത്. സാക്കിർ നായിക്കിനെ സ്ഥിരമായി കേൾക്കുമായിരുന്നുവെന്ന് നേരത്തെ ചോദ്യം ചെയ്യലിൽ ഷാരൂഖ് സമ്മതിച്ചിരുന്നു. ഇത്തരം പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പിന്തുടർന്നാണ് ഷാരൂഖ് രക്തരൂക്ഷിത ജിഹാദിന് ശ്രമിച്ചത്. തന്റെ മതവും വിശ്വാസവും മാത്രമാണ് ശരിയെന്ന ചിന്താഗതിയിൽ അവിശ്വാസികളെ കാഫിറുകളായി കരുതി കൊന്നൊടുക്കുകയായിരുന്നു ലക്ഷ്യം. വിചാരണ വൈകുന്നത് ചൂണ്ടിക്കാട്ടി ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് ഭീകരാക്രമണ കേസിലെ ഏക പ്രതി ഷാരൂഖ് സൈഫി നൽകിയ ജാമ്യാപേക്ഷ എതിർത്തുള്ള റിപ്പോർട്ടിലാണ് പാക് തീവ്രമത പ്രഭാഷകരെ പിന്തുടർന്നതിന്റെ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
2023 ഏപ്രിൽ 2-നാണ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ കടന്നുകയറി യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീവച്ചത്. ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 3 പേരെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തീവ്ര മതചിന്താഗതിക്കാരനായ ഷാരൂഖ് സിഫി അവിശ്വാസികളെ കൊന്നത് പാപമോചനത്തിനായിരുന്നു. താൻ കാഫറുകളായി കരുതിയവരെ കൊന്നെടുക്കാൻ രക്തരൂക്ഷിത ജിഹാദിനും പദ്ധതിയിട്ടിരുന്നു. കേസിൽ വിചാരണ ഉടൻ ആരംഭിക്കും. പാകിസ്ഥാനിലെ തീവ്രമത പ്രഭാഷകരാണ് ഷാരൂഖ് സൈഫിയെ രക്തരൂക്ഷിത കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തതെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഇതേ രീതിയിൽ പാക് തീവ്രമത പ്രഭാഷകരുടെ പ്രസംഗങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന നിരവധി ആളുകൾ കേരളത്തിൽ കൂടുതലായുണ്ട്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. അനധികൃത കുടിയേറ്റക്കാരുടെ കലാപത്തെ തുടർന്ന് ലോസ് ഏഞ്ചൽസിൽ 2000-ഓളം നാഷണൽ ഗാർഡ്സിനെ നിയോഗിച്ചു. കലാപത്തെ തുടർന്ന് 118 അറസ്റ്റുകൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് വ്യാപക തെരച്ചിലാണ് അധികൃതർ ഇപ്പോൾ നടത്തുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ അനധികൃത കുടിയേറ്റക്കാരെ ആക്രമിച്ചിരുന്നു. ലോസ് ഏഞ്ചൽസിൽ ഇക്കഴിഞ്ഞ ദിവസം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു. റെയ്ഡിനിടെ സംഘം ചേർന്ന് അനധികൃത കുടിയേറ്റക്കാർ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ആക്രമണത്തിൽ 118 അറസ്റ്റുകൾ നടന്നതായി ഔദ്യോഗികമായി അറിയിപ്പുണ്ട്. വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമായ പശ്ചാത്തലത്തിലാണ് നാഷണൽ ഗാർഡ്സിനെ ലോസ് ഏഞ്ചൽസിൽ വിന്യസിച്ചത്. ഇടത് റാഡിക്കലുകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇത്തരം ആക്രമണങ്ങളെ വെച്ചുപൊറുപ്പിക്കില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലോസ് ഏഞ്ചൽസിനെ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഡയറക്ടർ ടോം ഹോമൻ അറിയിച്ചു. ആവശ്യമെങ്കിൽ കൂടുതൽ നാഷണൽ ഗാർഡ്സിനെ വിന്യസിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും വാർത്തകളിലേക്ക്. മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. SNDP മുംബൈ താനെ യൂണിയൻ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിൻ യുവാക്കളുടെയും സ്ത്രീകളുടെയും സജീവമായ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുംബൈയിലും സമീപ പ്രദേശങ്ങളുമായി SNDP യോഗം മുംബൈ താനെ യൂണിയൻ, വനിതാ സംഘം, യൂത്ത് വിംഗ്, കുമാരി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് സമൂഹത്തിൽ ജാഗ്രതാ സന്ദേശം നൽകുകയാണ് സംഘടനാ പ്രവർത്തകരുടെ ലക്ഷ്യം. आजकल ये पृथ्वी के नशेड़ी भी ना मुझे यमराज को भी चैन से नहीं सोने देते. इन सब नशेड़ियों के चक्कर में मुझे दिन में 3-4 बार पृथ्वी पर आना पड़ता है. Yes to life. No to drugs. Say 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 yes to life. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി മുംബൈ പശ്ചിമ മേഖലയിൽ വിവിധ ശാഖാ യോഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പ്രകടനം, ലഹരിവിരുദ്ധ സ്കിറ്റ്, ലഹരിവിരുദ്ധ പ്രസംഗം തുടങ്ങിയവ സംഘടിപ്പിച്ചു. നവി മുംബൈ മേഖല പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും മധ്യമേഖല ഉല്ലാസങ്ങളിൽ വെച്ചുമാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. Say yes to life. Say no to drugs. Say yes to life. Say no to drugs. കേരളത്തിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടക്കമിട്ട ബോധവൽക്കരണ പരിപാടികൾ കേന്ദ്ര വനിതാ സംഘത്തിന്റെ നിർദ്ദേശാനുസരണമാണ് മുംബൈ താനെ യൂണിയൻ ഏറ്റെടുത്തത്. इतना याद रखो कि चाहे जो हो जाए कभी कोई गलत रास्ता मत अपनाओ. नशा करना या ड्रग्स लेना किसी का सॉल्यूशन नहीं. जिंदगी भगवान की दी हुई एक गिफ्ट है. इसे अपने सपने पूरे करने में യൂസ് करना. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതുവഴി പുതിയ തലമുറയ്ക്ക് ദിശാബോധം നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് SNDP യോഗം മുംബൈ താനെ യൂണിയൻ ജനറൽ സെക്രട്ടറി ബിനു സുരേന്ദ്രൻ പറഞ്ഞു. सबको मालूम है एंटीड्रग्स में हमारा केरला में भी पहले बहुत साल पहले हमारे गुरु ने ड्रग्स उसी टाइम जो दारू का एगेंस्ट में आंदोलन किया था. മുംബൈ കൂടാതെ നവി മുംബൈ, പൻവേൽ, താനെ, കല്യാൺ, ഉല്ലാസ്നഗർ തുടങ്ങി വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടികൾ യുവാക്കളുടെയും സ്ത്രീകളുടെയും സജീവ പങ്കാളിത്തം ശ്രദ്ധേയമായി. റിപ്പോർട്ടർ ജനം, മുംബൈ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.